കരിപ്പൂർ വിമാന ദുരന്തത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്കുകളിലൊന്നാണ് ഹൈഡ്രോപ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാപ്ലെയിനിങ് എന്നത്. ഇതേ പ്രതിഭാസം നമ്മുടെ നിരത്തുകളിൽ നടക്കാറുണ്ട്. മഴക്കാലത്ത് നിരത്തുകളിൽ അപകടമുണ്ടാക്കുന്ന പ്രതിഭാസമാണ് അക്വാപ്ലെയിനിങ് അഥവാ ജലപാളി പ്രവർത്തനം. ഇത് തന്നെയാണ് പനയമ്പാടത്തും 4 കുരുന്നുകളുടെയും ജീവനെടുത്തത്. വേഗതയിൽ പോകുമ്പോൾ ടയറിന്റെയും റോഡിന്റെയും ഇടയിൽ ജലപാളി രൂപപ്പെടുകയും ഇതേ തുടർന്ന് ടയറും റോഡും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാപ്ലെയിനിങ്. പാലക്കാട് പനയമ്പാടത്ത് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ ലോറി ജീവനക്കാരുടെ മൊഴി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നാണ് RTO പറയുന്നത്. ഹൈഡ്രോപ്ലെയിനിങ്ങിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിത്. ലോഡ് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയാണ്, ഓവർലോഡ് ഇല്ല, ടയറുകൾക്കും പ്രശ്നമില്ല, അധികം പഴക്കമില്ലാത്ത വണ്ടിയുമാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായതെന്ന് RTO പറയുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി. റോഡിൽ തെന്നലുണ്ടായിരുന്നു. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറി സിമന്റ് ലോറിയിൽ ഇടിച്ചു. ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു.